ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന പൈൻ മരങ്ങൾക്ക് ചുറ്റും മഞ്ഞു മൂടിക്കിടന്നാലോ? ഊട്ടിയിലേക്കൊരു യാത്രയായിരുന്നു, അതും ദേ ഈ ആക്സസ് എടുത്തിട്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഊട്ടിയിലേക്ക് 222 കിലോമീറ്റർ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്സസ് എടുത്തിട്ട് പോകാൻ പറ്റുമോ എന്നൊരു ചലഞ്ചായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ അത് ഞെട്ടിക്കുന്നൊരു യാത്രയായിരുന്നു. ഇപ്പം നമുക്കറിയാം തമിഴ്നാട്ടിൽ ന്യൂനമർദ്ദമാണ്, അതുകൊണ്ട് തന്നെ മഞ്ഞു മൂടിക്കിടക്കുന്ന ഊട്ടിയിൽ മഴയും കൂടിയാണ്. തണുത്ത് വിറച്ചുള്ളൊരു യാത്രയായിരുന്നു. മനോഹരമായ കുറേ കാഴ്ചകളും. ഇപ്പോൾ ആരെങ്കിലും ഊട്ടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മറന്നേക്ക് കേട്ടോ. അജ്ജാതി മഴയും മഞ്ഞുമാണ് അവിടെ. നമുക്കൊന്ന് പുറത്തു പോലും ഇറങ്ങാൻ പറ്റില്ല. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ ചെയ്ത ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് വീഡിയോയിൽ കാണാം. പുലർച്ചെ 4:30 സ്കൂട്ടറിൻ്റെ ഓഡോമീറ്ററിൽ 0 കിലോമീറ്റർ സെറ്റ് ചെയ്തിട്ട് യാത്ര ആരംഭിച്ചു. ഇനി എനിക്ക് എൻ്റെ സുഹൃത്തിനെ കൂട്ടണം. നമ്മൾ രണ്ടാളാണ് യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ സുഹൃത്തിൻ്റെ വീട്ടിന് മുന്നിൽ പുലർച്ചെ 4:30 4:35. അപ്പം നമ്മളിപ്പോഴാണ് യാത്ര പുറപ്പെടുന്നത്. മറ്റേതു വാഹനങ്ങളെക്കാളും ദീർഘദൂര യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള വാഹനമാണ് സ്കൂട്ടർ. എങ്കിലും നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് യാത്ര ആരംഭിക്കുക തന്നെ ചെയ്തു. അങ്ങനെ ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ മെല്ലെ മെല്ലെ വെളിച്ചം വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ വീണ്ടും ദീർഘമായ യാത്ര. അങ്ങനെ ചുരം കയറി തുടങ്ങിയപ്പോൾ വെളിച്ചം വന്നു തുടങ്ങിയിരുന്നു. സമയമൊന്നും കൃത്യമായിട്ട് അപ്പോഴെത്രയാണെന്ന് നമ്മൾ നോക്കിയിരുന്നില്ല. അങ്ങനെ ചുരം കയറി വയനാടിലെ തേയിലത്തോട്ടങ്ങളിലൂടെ കടന്നുപോയി. പിന്നെ പട്ടണങ്ങളെത്തി. അങ്ങനെ പട്ടണങ്ങളും തോട്ടങ്ങളും എല്ലാം കടന്ന് നീങ്ങി ഒടുവിൽ ഏകദേശം പകുതി നമ്മൾ യാത്ര സഞ്ചരിച്ചു. ഏകദേശം 113 കിലോമീറ്റർ എത്തിയപ്പോൾ വണ്ടിക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തു. സമയം 7:49. നമ്മൾ 113 കിലോമീറ്റർ ഇപ്പുറത്താണുള്ളത്. വനമരം സുൽത്താൻ ബത്തേരി റോഡ്. വീണ്ടും പാടങ്ങളും പട്ടണങ്ങളും തേയിലത്തോട്ടവും ഒക്കെ കിടന്ന് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഒരുപാട് ദൂരത്തെ യാത്രയ്ക്കൊടുവിൽ കേരള ബോർഡർ നമ്മൾ കിടക്കുകയുണ്ടായി. അല്പദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ ഊട്ടിയിലേക്ക് 80 കിലോമീറ്റർ എന്ന ബോർഡ് കണ്ടപ്പോഴാണ് സമാധാനമായത്. ഇനി 80 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ മതിയല്ലോ. സ്കൂട്ടർ യാത്രയായതുകൊണ്ട് തന്നെ നല്ലപോലെ തണുപ്പും ക്ഷീണവും നമ്മൾ രണ്ടുപേർക്കും അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ തന്നെ വണ്ടിക്ക് വലിച്ചൽ കുറയുന്നതായിട്ട് അനുഭവപ്പെട്ടു. അതായത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അങ്ങനെ കാണുന്ന തേയിലത്തോട്ടങ്ങളിലും നല്ല നല്ല സ്ഥലങ്ങളിലും നിർത്തി വണ്ടിക്ക് പരമാവധി റെസ്റ്റ് കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ യാത്ര തുടർന്നത് തന്നെ. ഗൂഡല്ലൂർ കഴിഞ്ഞതോടെ കുരങ്ങന്മാരുടെ പ്രസ്ഥാനമെത്തി. പിന്നെ കാണുന്ന ഇടങ്ങളിലൊക്കെ കുരങ്ങന്മാരുടെ ബഹളമായിരുന്നു. അങ്ങനെ കയ്യിലുണ്ടായിരുന്നൊരു ചോളം ഞാൻ ഒരു കുട്ടിക്കുരങ്ങിന് കൊടുത്തെങ്കിലും അത് തിന്നില്ല. അത് ചോളം താഴെയിട്ട് അതിൻ്റെ ഇല കടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു. അതായത് ചോളം എരിവുള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല, മസാല മിക്സ് ചെയ്തൊരു ചോളമായിരുന്നു. അത് താഴെയിട്ട് ഇല തിന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് യാത്ര നമ്മൾ പുറപ്പെട്ടു. അപ്പോഴാണ് അത്ഭുതകരമായ കാഴ്ചയിലെത്തിയത്. സാധാരണ നമ്മൾ മഞ്ഞു മൂടിക്കിടക്കുന്ന ഇതുപോലെയുള്ള പ്രദേശങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ഏരിയയിൽ ഇതുപോലത്തെ പ്രദേശങ്ങളുണ്ട്. എന്നാൽ ഈ വളവിനപ്പുറമുള്ള കാഴ്ച വർണ്ണനകൾക്കപ്പുറമായിരുന്നു. സാധാരണ മഞ്ഞു വീഴ്ചയല്ല. നമുക്കറിയാം ഊട്ടിയിലേക്ക് പോകുന്ന വഴി ഗൂഡല്ലൂർ കഴിഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ കൃത്യമായ പേരെനിക്കറിയില്ല. ഒരുപാട് പൈൻ കാടുകൾക്കിടയിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു പൈൻ കാട്ടിൽ അപാരമായൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ മൊത്തം മഞ്ഞു മൂടിക്കിടക്കുകയാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിലും ഇരുട്ടാണ് ആ പ്രദേശം. ഓക്കെ, മഞ്ഞ് മൊത്തമായി മൂടിക്കിടന്ന് കാഴ്ച മങ്ങിയിരിക്കുന്നു. ആൾക്കാരൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു അനുഭവം, വല്ലാത്തൊരു ഫീല്. പരസ്പരം കാണാതെയാണ് പല വണ്ടികളും നിർത്തിയിരിക്കുന്നത്. അതായത് വളരെ അടുത്തെത്തിയാൽ മാത്രമാണ് വണ്ടി കാണുന്നത്. തമിഴ്നാട്ടിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സൂചനയാണിതെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞില്ല. സാധാരണ മഞ്ഞ് വീഴ്ചയാണ്, കോടമഞ്ഞാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തത്. അപ്പോഴാണ് മഴ ശ്രദ്ധയിൽപ്പെട്ടത്. നല്ല മഴയും കാറ്റും തണുപ്പും ഒരു വിധമാണ് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തത്. നല്ലപോലെ നനഞ്ഞു കുളിച്ചു. ശരിക്കും ഊട്ടിയിൽ അങ്ങോട്ട് എത്തുമ്പോഴേക്കും നനഞ്ഞു കുളിച്ചിരുന്നു. ഒടുവിൽ വസ്ത്രമൊക്കെ മാറ്റിയിട്ടാണ് ഈ ഇൻട്രോ എടുത്തത്. ഊട്ടിയിലെത്തിയിരിക്കുകയാണ്. വെറും 4.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ടൗണിലെത്തും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ്. നല്ല മഴയാണ്. 229 കിലോമീറ്റർ. ഇപ്പോൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച 5 ലിറ്ററിൽ കറക്റ്റ് ഊട്ടി എത്തിയിട്ടുണ്ട്. 229 കിലോമീറ്റർ. എൻ്റെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ എത്രത്തോളം തണുത്ത് വിറച്ചിട്ടാണ് ഞാനുള്ളതെന്ന്. പക്ഷേ നമുക്ക് പണി കിട്ടിയത് അതല്ല. നമ്മളും റെയിൻകോട്ടൊക്കെ വാങ്ങി പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പോയെങ്കിലും എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. കാരണം എന്തെന്നാൽ ഈ വലിയ മഴയും
തണുപ്പുമൊക്കെ ആയതുകൊണ്ട് തന്നെ അപകടം മുന്നിൽ കണ്ടിട്ട് ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാം നാളെയോ മറ്റന്നാളെയോ എന്നൊക്കെയാണ് പറയുന്നത്. പലയിടത്തും നമ്മൾ സഞ്ചരിച്ച് മാറി മാറി ചെന്ന് നോക്കി. എല്ലായിടത്തെയും അവസ്ഥ ഇത് തന്നെയാണ്. ശക്തമായ മഴയും തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസും ഓപ്പൺ അല്ലായിരുന്നു. അങ്ങനെ ഊട്ടിയിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നും നിരാശരായി മടങ്ങുകയാണ് ചെയ്തത്. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഇൻട്രോ വീഡിയോ ചെയ്യാം, പല കാര്യങ്ങളും വിശദീകരിക്കാം, പലതും കാണിച്ച് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാം എന്നൊക്കെ ധരിച്ചതാണ്. പക്ഷേ ക്യാമറ പോലും പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒടുവിൽ ഒരുപാട് തവണ കണ്ടുമടുത്ത ഊട്ടിയിലെ ആ ഗ്രീൻ ഗാർഡനിലേക്ക് ചെന്നു. വേറൊരു ഓപ്ഷൻ ഇല്ല, അത് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. പിന്നെ തൊട്ടപ്പുറത്തെ വലിയ ഗാർഡനും ഓപ്പൺ ആയിട്ടുണ്ട്. അതിനകത്തെ കുറച്ച് ചിത്രങ്ങൾ പകർത്തി. അവിടെയും നല്ല മഴയാണ്. കുറച്ച് മഴ കുറഞ്ഞ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതായത് നിൽക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് മഴയും മഞ്ഞും ആയതുകൊണ്ട് വല്ലാത്തൊരു തണുപ്പാണ്. ഇനി തിരികെ മടങ്ങുക എന്നല്ലാതെ നമുക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം റൂമൊന്നും എടുത്ത് നിന്നിട്ട് കാര്യമില്ല. 3-4 ദിവസത്തേക്ക് ഈ ന്യൂനമർദ്ദം കാരണം ഊട്ടിയിലെ ക്ലൈമറ്റ് ഇത് തന്നെ ആയിരിക്കുമെന്നാണ് അറിയാൻ പറ്റുന്നത്. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇനി മഴ കുറയുന്ന ഘട്ടങ്ങളിൽ ചില ഏരിയയിൽ ആൾക്കാരെ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്ന അവരോട് പറയാനുള്ളത് ഇപ്പോൾ ഊട്ടിയിൽ ചെല്ലല്ല. നിങ്ങളൊരു 20 കഴിഞ്ഞതിന് ശേഷം, അതായത് ഡിസംബർ 20-ന് ശേഷം മാത്രമേ ഊട്ടിയിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കണ്ടൂ. ഫാമിലിയൊക്കെ ആണെങ്കിൽ പെട്ടുപോകും. അങ്ങനെ അവസാനം നമ്മൾ ഊട്ടിയിൽ നിന്ന് മടങ്ങി 20 കിലോമീറ്റർ ഇപ്പുറമുള്ള ആ വെള്ളച്ചാട്ടവും കണ്ട് അതൊന്നും കാണാനൊന്നുമില്ല. കാണുന്നുണ്ടെങ്കിൽ ഊട്ടിയിലാണല്ലോ കാഴ്ചകൾ. 21 കിലോമീറ്റർ ഇപ്പുറമുള്ള ആ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തി നമ്മൾ തിരികെ മടങ്ങുക തന്നെ ചെയ്തു. സ്കൂട്ടറിൽ ഇത്രയും റിസ്ക് എടുത്ത് യാത്ര ചെയ്തിട്ടും പ്രതീക്ഷിച്ചതൊന്നും നടക്കാതെ വന്നപ്പോൾ വളരെയധികം വിഷമത്തിലായിരുന്നു നമ്മൾ ഇരുവരും മടങ്ങിയത്. അങ്ങനെ രാത്രി ഇരുട്ടുന്നതിന് മുമ്പ് നാട് പിടിക്കാമെന്നുള്ള ചിന്തയിൽ നമ്മൾ തിരികെ യാത്ര പുറപ്പെട്ടു. നേരത്തെ പൈൻ മരങ്ങളിലുള്ള ആ മഞ്ഞുപാളികളൊക്കെ പോയിരിക്കുന്നുണ്ട്. എങ്കിലും 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ അങ്ങനെ തന്നെ ആകുന്നതാണ്. ഓരോ സമയത്ത് മഞ്ഞുപാളികൾ വന്ന് മൂടുന്നതാണ്. അങ്ങനെ രാത്രി 2 മണിയോടെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. 228 കിലോമീറ്ററാണ് തിരിച്ചു വന്നപ്പോൾ. അതുപോലെ തന്നെ ടോട്ടൽ നമ്മൾ 520 കിലോമീറ്റർ ഒരു ദിവസം കൊണ്ട് യാത്ര ചെയ്തു. FTM ക്രിയേഷൻ്റെ ആദ്യത്തെ ട്രാവൽ വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇനിയും ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ഗുഡ് ബൈ.